ഹായ് അസ്സലാമലൈക്കും. എന്താക്കുന്നു? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ജാനാവള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ചെല്ലിയ പോലെ ഇനിയൊരുക്ക മീനിൻ്റെ കറിൻ്റെ റെസിപ്പി ഇടണമെന്ന് എല്ലിയിട്ട് കുറേ ആൾ കമൻ്റ് ഇട്ട് ഞാൻ ഫസ്റ്റ് ഒരു മീനിൻ്റെ കറിൻ്റെ റെസിപ്പി ഇട്ടിട്ടാകുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇനിയൊരുക്ക ഇടണോ, കല്ല് അരക്കുന്ന കല്ല്, മിഷന്, തേങ്ങ ചേർക്കുന്ന മിഷനെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഞങ്ങൾക്കൊന്ന് നോക്കണം, ആദ്യമൊക്കെ ഇടണമെന്നെല്ലിയിട്ട്. പിന്നെ ആരെന്നറിയാല 2 കമൻ്റെല്ലാം വന്നിട്ടുണ്ടായി. അപ്പോൾ ഓർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിലൊരു മീനിൻ്റെ കറീൻ്റെ റെസിപ്പി ഇട്ടത്. അപ്പോൾ ഇത് ഞാൻ മാങ്ങ ഇട്ടിട്ട് വെച്ച മീൻ കറീൻ്റെ റെസിപ്പി, അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കാസർഗോട്ടാറ് റെസിപ്പി ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് എങ്ങനെയായിട്ടും കണ്ടു നോക്കണം. മാങ്ങ ഇട്ടിട്ട് വെച്ച മീനിൻ്റെ കറി. അപ്പോൾ എല്ലാവരും ഇട്ടിട്ട് വെക്കുന്നുണ്ടാവും. കാസർഗോട്ടാറ് പല രീതിയിലും വെക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ രീതിയിൽ ഞാൻ വെക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ എടുത്തിന് മീൻ കറിക്ക്. അതിനെ ഞാൻ ഉടച്ചിട്ട് വെള്ളമെല്ലാം കുടിച്ചിട്ട് ഞാനിവ കാണിക്കുന്നുള്ളത് നിങ്ങൾക്ക്. ഇത് തേങ്ങ ചേർക്കുന്ന മിഷന്, ഇത് കല്ലിൽ തന്നെ ഉണ്ടത് മിഷന്. ഇതൊരു കല്ല്, ആ കല്ലിൽ തന്നെ ഉള്ള മിഷന്. ഇതിലാണ് ഞങ്ങൾ തേങ്ങ ചേർക്കുന്നത്. പെട്ടെന്നാണ് നമുക്ക് ഇതിൽ ചേർച്ചിട്ട്. പിന്നെ പണ്ടെല്ലാം ചിരപ്പലെല്ലാം ഉണ്ടായത്, ചിരപ്പലെല്ലാം ചേർക്കൽ. ഇപ്പോൾ ഈ മിഷൻ വന്നേ പിന്നെ ഈ മിഷനിൽ തന്നെയല്ലേ എല്ലാവരും ചേർക്കുന്നത്. എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനത്തെ. പിന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത്, സിംഗിൾ തന്നെ കിട്ടുന്നല്ലേ ഇങ്ങനെ ചേർക്കുന്നത്. ഇങ്ങനത്തെയും കിട്ടുന്നു, പിന്നെ നമുക്ക് സീറ്റിൽ വെച്ചിട്ട് ചേർക്കുന്നതും കിട്ടുന്നു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കല്ലിലുള്ളത് തന്നെ. അപ്പോൾ തേങ്ങ എല്ലാം ചേർച്ചിട്ട് എടുത്തിട്ട് ഞാൻ കല്ലിലേക്ക് ഇട്ടിട്ട് കൊടുത്ത്. ഇപ്പോൾ എനിക്ക് നമുക്ക് മുളക് വേണമല്ലോ, ഞാൻ മുളക് ഇടുന്ന 2 മുളക് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കും. ചില ആൾ ഈ വള്ളി മുളക് മാത്രം ഇട്ടിട്ട് കറി വെക്കുന്നവരുണ്ട്. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ 2 മിക്സ് ആക്കിയിട്ടാണ് കറി വെക്കൽ. വള്ളി മുളകും നാടൻ മുളകും 2 മിക്സ് ആക്കിയിട്ട് കുറച്ച് കൊത്തമ്പാരി ഇട്ടിട്ട് മല്ലിയില്ലേ, മല്ലി ഇട്ടിട്ട് നല്ല പാങ്ങല കൈറ്റെടുത്ത് ഫസ്റ്റ് ഒരിക്കൽ കൈറ്റെടുക്കും. ഇനി 2 പ്രാവശ്യം കൈറ്റെടുത്തിട്ട് നമ്മൾ കല്ലിലേക്ക് ഇട്ടിട്ട് കൊടുക്കും. തേങ്ങാവുമ്പോഴും ഒക്കെ തന്നെ ഇട്ടിട്ടും കൊടുക്കുക. ഇപ്പം ഞാൻ ഫസ്റ്റ് തേങ്ങ ഇട്ടിട്ട് കൊടുത്തിട്ട് അതെല്ലാം മുളക് ഇട്ടിട്ട് കൊടുത്തേ. ഇനി കുറച്ച് അരിയണം. ഇപ്പം കല്ലിൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ ഇടയിൽ കഴിഞ്ഞിട്ടെല്ലാം ഉണ്ടാവും. അതിനെല്ലാം നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ലേ കൂട്ടിയിട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടിയിട്ട് വെച്ചിട്ട് അരച്ചിട്ടെടുക്കാം. ഇനി ഇത് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയിലൊക്കെ വന്നിട്ട് കൂട്ടിക്കൊടുത്താൽ മാത്രം മതി. ഇതന്നെ ഇതിൽ കൂട്ടുന്നതെല്ലാം ഉണ്ടല്ലേ. മഞ്ഞൻ്റെ കഷ്ണമെല്ലാം ഉണ്ടോറില്ലേ ഈ കല്ലിലേക്ക് തന്നെ ഇട്ടിട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നതിനെ കൊണ്ടില്ലേ ലാസ്റ്റ് കല്ലിൽ നിന്ന് എടുത്തിട്ടായിട്ട് ഇട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മഞ്ഞ ഇട്ടിട്ടാണ്. പിന്നെ ഇപ്പം നമുക്ക് അയക്കുറ കിട്ടിയിട്ടുള്ളത് നല്ല പീസാക്കിയിട്ടില്ല. അവിടെ തന്നെ മുറിച്ചിട്ട് കൊണ്ടുവന്നിന്. ഇവിടുന്ന് മുറിച്ചെങ്കിൽ നമുക്ക് പൊടിഞ്ഞിട്ടല്ലേ പോകുന്നല്ലേ. മീനിൻ്റെ അടുത്ത് നിന്ന് ഒരു നല്ല പാങ്ങല മുറിച്ചിട്ട് തരുന്നല്ലേ. അതിന് അവിടെ തന്നെ മുറിച്ചിട്ട് തന്നെ കൊണ്ടുവന്നിന്. ഇതിപ്പോൾ ഞാൻ ഇടയിൽ വന്നിട്ട് കൂട്ടിക്കൊണ്ടുണ്ട്. ഇപ്പം അരിഞ്ഞിട്ടില്ല. ഇത് കുറച്ച് അരിയാനാകുമ്പോൾ നമുക്ക് പുളി ഇട്ടിട്ട് കൊടുക്കണം. ഇപ്പം അരിയാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പുളി ഇട്ടിട്ട് കൊടുക്കാം. ഞാൻ മാങ്ങ ഇട്ടിട്ട് വെക്കുന്നത്, അതിനെ കൊണ്ട് കുറച്ച് പുളി ഇട്ടിനെ. പുളി ഇട്ടിട്ട് വെക്കുന്നവർക്ക് പുളി ഇട്ടിട്ട് തന്നെ വെക്കാം, മാങ്ങ ഇട്ടിട്ട് വെക്കുന്നവർക്ക് മാങ്ങ ഇട്ടിട്ടും വെക്കാം. ഞാൻ കുറച്ച് പുളി ഇട്ടിട്ട് മാങ്ങ ഇട്ടിട്ട് വെക്കുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കറിക്ക്. വെറും മാങ്ങ ഇട്ടിട്ടാകുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാകുന്നില്ല, കുറച്ച് പുളി ഇടണം. ഇപ്പം നമുക്ക് ഇതെല്ലാം അരിഞ്ഞിട്ട് കിട്ടീന്. ഇപ്പം എൻ്റെ കല്ലിങ്ങനെ ഇതിങ്ങനെ തിരിച്ചിട്ട് എടുത്തിട്ടില്ലേ, ഇതിൻ്റെ ഈ കല്ലിൻ്റെ ഈ കുട്ടീനെല്ലാം എടുക്കാൻ കഴിയുന്നേ. എടുത്തിട്ട് ഞാൻ ബാറ കൊണ്ടുപോയിട്ട് കൈയിട്ട് ഷീറ്റിൽ വെച്ചിട്ടില്ലേ കൈയിട്ട് എടുക്കുന്നുള്ളത് ഞാൻ. ഇപ്പോൾ ഇതെടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഷീറ്റിൽ വെച്ചിട്ട് ഞാനൊരു ബാറ ചട്ടിക്ക് ഇടുന്നുണ്ട്. ചില ആളതില്ലേ ഇങ്ങനത്തതല്ല ആടെ തന്നെ ചരച്ചിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെത് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കാനെല്ലാം കഴിയുന്നത്. ഞാൻ നല്ല ക്ലീൻ ആക്കിയിട്ട് ഇതിനെ ഉണക്കിയിട്ടെല്ലാം വെക്കൽ. അപ്പോൾ നമുക്ക് നല്ലതല്ലേ, എടുത്തിട്ട് കൊണ്ടുപോകാനെല്ലാം കഴിഞ്ഞെങ്കിൽ നല്ലതല്ലേ. ഇങ്ങനത്തെ കല്ലുണ്ടെങ്കിൽ നല്ലത്. ഇപ്പോൾ ഞാൻ കറിക്ക്, അപ്പത്തിന്, പിന്നെ പത്തലിന് ഇങ്ങനത്തേനെല്ലാം ഇല്ലേ ഞാൻ കല്ലിൽ തന്നെ അരക്കൽ. ഞാൻ മിക്സിയിലൊന്നും അരക്കലില്ല. മുളക് ഇങ്ങനത്തതെല്ലാം ഈ കല്ലിൽ തന്നെ അരക്കൽ.
നമ്മൾ ദോശക്ക് മാത്രം ഞാൻ മിക്സിയിൽ അരക്കും. പിന്നെ എല്ലാത്തിലും ഞാൻ കല്ലിലരക്കുന്നത്. പിന്നെ നമുക്ക് കല്ലുണ്ടായിട്ട് എന്ത് ഗുണമില്ലല്ലോ, വെറുതെ വെക്കണ്ടേ. അപ്പോൾ ഞാൻ പത്തലിന് മുള് ഇങ്ങനത്തെ കറി ഇതെല്ലാം ഞാൻ കല്ലിലരക്കും. ഇപ്പോൾ ഞാൻ ഇത് കല്ല് നല്ല എടുത്തിട്ടില്ലേ, വെള്ളമെല്ലാം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിന്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, പിന്നെ കുറച്ച് ഉള്ളി, പിന്നെ മാങ്ങ. ഇത് പുളിയില്ലാത്ത മാങ്ങ, അങ്ങനെ ഞാൻ കുറേ ഇട്ടിനത്. പുളിയുള്ള മാങ്ങക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇത് പുളിയില്ലാത്ത മാങ്ങാനോണ്ടില്ലേ ഞാൻ കുറച്ച് ജാസ്തി തന്നെ ഇട്ടിന്. കുറച്ച് പുളി ഇട്ടിനല്ലേ മുമ്പ്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിന്, ഇതിൽ കാണിക്കുന്നില്ല അത്. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കൊടുത്തിന്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ഇട്ടിട്ടില്ലേ നമുക്ക് തിളപ്പിച്ചിട്ട് എടുക്കാം. കുറച്ച് നേരം മൂടിയിട്ട് വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് നല്ല തിളച്ചിട്ട് വന്നിന്. മാങ്ങെല്ലാം വെന്തിട്ട് വരണോ, മാങ്ങെല്ലാം നല്ല മാങ്ങെല്ലാം വെന്തിട്ട് വന്നിന്. ഇനി ഇതിലേക്ക് മീനിട്ടിട്ട് കൊടുക്കാം. ഇതെല്ലാം കൈയിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിന് മീനെല്ലാം. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏത് മീനായെങ്കിലും ഇല്ലേ മാങ്ങ ഇട്ടിട്ട് വെച്ചെങ്കിൽ അതൊരു ടേസ്റ്റ് തന്നെ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് മാങ്ങ ഇട്ടിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഇല്ലേ, മാങ്ങ ഇട്ടിട്ട് വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ട് നോക്കുക. എല്ലാവരും വെച്ചിട്ടുണ്ടാവും, വെക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ഇത്. പിന്നെ മാങ്ങ ഇട്ടിട്ട് വെച്ചിട്ട് ഇങ്ങനെയെല്ലാം കറി വെച്ചിട്ടുണ്ടവർ സ്കിപ്പായിക്കോ, നോക്കണ്ട. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് കറിച്ചപ്പലി ഇട്ട് മീനെല്ലാം ഇട്ടിട്ട് എല്ലാം മൂടിയിട്ട് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് മീനെല്ലാം വെന്തിട്ടാകുമ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിന്. ഇപ്പോൾ നല്ല തിളച്ചിട്ട് വന്നിട്ട് മീനെല്ലാം വെന്തിന്. ഇനി ഇത് ഉപ്പെല്ലാം ചെക്കായി കുറഞ്ഞോ ഇടയ്ക്ക് നമുക്ക് തേഞ്ഞിട്ടുണ്ടാകുന്ന ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ടാകുന്നെല്ലാം നോക്കണം. പുളി ഇതെല്ലാം ഉപ്പ് എല്ലാം എൻ്റെ കറക്റ്റായിട്ട് വന്നിന്. ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു മണം വരുന്ന മാങ്ങാൻ്റെ ഇതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായവ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ വെച്ചിട്ട് നോക്കണം മാങ്ങാലോട്ടിട്ട്. പിന്നെ കാസർഗോട്ടാറില്ല പല രീതിയിലും വെക്കുന്നുണ്ട്. മാങ്ങ ഇട്ടിട്ടും വെക്കുന്നു, പുളി ഇട്ടിട്ടും വെക്കുന്നു, മാങ്ങയും പുളിയും ഇട്ടിട്ട് വെക്കുന്നു, എല്ലാ രീതിയിലും വെക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇതിന് ഞങ്ങൾ ഇടിയപ്പത്തിൻ്റെ ഒക്കെ ഈ കറി ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായത്. ഇടിയപ്പത്തിൻ്റെ ഒക്കെ ഞങ്ങൾ കൂട്ടിയത് ഈ കറി നല്ല ഉണ്ടായി. ഇടിയപ്പവും ഈ ആക്കൂറിൻ്റെ മീൻ കറിയും. അപ്പോൾ ഈ ഇടിയപ്പം ഞാനില്ലേ പൂങ്ങലരിയിലാക്കിയത്. പുഴുങ്ങലരി ഇല്ലേ നമ്മൾ ചോറ് വെക്കുന്ന പുഴുങ്ങലരി ഇല്ലേ അതിലാക്കിന്. ഒന്നിനൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇനി അടുത്ത വീഡിയോയിലില്ലേ ഞാൻ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഇടാവാ. എല്ലാവരും കേട്ടനാ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടാകുമ്പോൾ അതിൻ്റെ മിഷൻ ഒന്ന് കാണിക്കുമെന്ന്. ഞാൻ അതിൽ മിഷനും എല്ലാം കാണിക്കാം നിങ്ങൾക്ക്. പിന്നെ ആ ഇടിയപ്പം ചുട്ടിട്ട് എടുക്കുന്ന ആ ബാറ്റ് പോലത്തെ സാധനം അത് എവിടുന്ന് കിട്ടീനെ അത് നിങ്ങളൊന്ന് കാണിക്കുമെന്നെല്ലാം കേട്ടിന്. അപ്പോൾ ആ ബാറ്റ് പോലത്തെ സാധനം എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിക്കുക അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇത്ര തന്നെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടേ. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, അസ്സലാമു അലൈക്കും.